അപ്പോൾ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് റെഡിയാക്കാം നമുക്ക്. ഞാനിവിടെ ക്യാരറ്റ്, വേവിച്ച പയർ, ഉള്ളി, ജീരകം, കുറച്ച് വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്. അതുപോലെ തന്നെ 2 കുരുമുളക്. ആദ്യമായിട്ടാണ് എരിവ് ചേർക്കുന്നത്, അപ്പോൾ 2-3 കുരുമുളക് എടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കടുക് ചേർക്കുന്നത് ഭക്ഷണത്തിൽ. അപ്പോൾ നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഞാൻ ഈ ജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയർ മാത്രമായിട്ട് കുഞ്ഞ് കഴിക്കാൻ മടി കാണിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം കുറച്ച് 2-3 ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പയർ നമ്മൾ നേരത്തെ വേവിച്ച് വയ്ക്കുക കേട്ടോ. രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പയർ വേവിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കുറച്ച് മാറ്റി വെച്ചാലും മതിയാവും. പിന്നെ നമ്മളിതിൽ ഉപ്പോ വേറെ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ പെരുംജീരകം ചേർക്കാം, പക്ഷേ ഞാൻ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ജീരകം മാത്രമേ ഉള്ളൂ. ജീരകവും കുരുമുളക് പൊടിയും കടുകും ആണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. ഈ കറിവേപ്പില നമ്മളിത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റിയിട്ടോ. കുഞ്ഞ് മുഴുവൻ കഴിക്കില്ല, അപ്പോൾ പകുതി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ചോറും ആ പയറും ചൂടോടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇത് നന്നായിട്ട് ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് കൊടുക്കുക. അങ്ങനെയായാലും നമുക്ക് കൊടുക്കാം കേട്ടോ.